മക്കളെ, സോ നമ്മൾ നമ്മുടെ മാത്സിലെ 6th ചാപ്റ്റർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സിലെ ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിൻ ആയിട്ട് 3 ടോപ്പിക്സ് ആണല്ലേ കവർ ചെയ്യേണ്ടത്. റേറ്റ് ഓഫ് ചേഞ്ച്, പിന്നെ നമ്മുടെ ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിംഗ് ഫംഗ്ഷൻസ്, മാക്സിമം ആൻഡ് മിനിമം. ആൻഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് 3 ടോപ്പിക്സും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. 3ൽ നിന്നും ക്വസ്റ്റ്യൻസ് ഇങ്ങനെ മാറി മാറി വരാറുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ടോപ്പിക്കിലെയും ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്ത് പഠിക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം അല്ലേ. നോക്കിക്കോളൂ. ഫൈൻഡ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ഓഫ് എ സർക്കിൾ വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് റേഡിയസ് ആർ വേർ ആർ ഇസ് ഈക്വൽ ടു 10 cm. ഏറ്റവും എളുപ്പത്തിൽ ഈ ചാപ്റ്റർ ഒന്ന് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിന്റെ മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുക. ഇവിടെ ഏരിയയും റേഡിയസും ഒക്കെയാണ്. അതുപോട്ടെ ജനറൽ കേസ് ആയിട്ടുള്ള റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സ് ഫൈൻഡ് ചെയ്യാൻ നമ്മൾ ചെയ്യുക dy/dx ആണ്. സോ വാട്ട് ഇസ് dy/dx? ഇറ്റ് ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ഓഫ് എ സർക്കിൾ വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് റേഡിയസ് ആണ്. എക്സും വൈയും നമ്മൾ ജനറലി പറയുന്നതാണ്. എക്സിനും വൈക്കും സിറ്റുവേഷൻ അനുസരിച്ച് എന്താണോ കൊടുക്കേണ്ടത് അത് നമ്മൾ കൊടുക്കണം. ഇവിടെ ഏരിയ വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് എന്നല്ലേ പറഞ്ഞേ. അപ്പോൾ വൈക്ക് പകരം ഏരിയയും എക്സിന് പകരം റേഡിയസും കൊടുക്കണം. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ കാണേണ്ടത് dA/dr ആണ്. ഏരിയ വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് എന്ന് പറഞ്ഞാൽ dA/dr ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. സർക്കിൾ അല്ലേ കേസ്? യെസ്, സർക്കിളിന്റെ കേസിൽ വാട്ട് ഇസ് ഏരിയ? ഏരിയ ഓഫ് എ സർക്കിൾ ഞാൻ എ ആയിട്ട് സൂചിപ്പിക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് πr². ഏരിയ πr² ആണെങ്കിൽ വാട്ട് ഇസ് dA/dr? ഇറ്റ് ഇസ് ഈക്വൽ ടു π ഇൻറ്റു r² ഡെറിവേറ്റീവ്, ദാറ്റ് ഇസ് 2r. എന്ന് വെച്ചാൽ 2πr എന്ന് വരും. dA/dr 2πr ആണെന്ന് നമുക്ക് കിട്ടി. പക്ഷെ നമ്മളോട് when r is equal to 10 cm എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ കിട്ടിയ ആൻസറിൽ r is equal to 10 cm കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? dA/dr എന്ന് പറയുന്നത് 2π into 10, that is equal to 20π എന്ന് കിട്ടും. ആൻഡ് സെന്റിമീറ്റർ സ്ക്വയർ പെർ സെന്റിമീറ്റർ എന്നും വരും. അതായത് ഏരിയ വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് ആയതുകൊണ്ട് നമുക്ക് യൂണിറ്റ് അങ്ങനെ എഴുതാം. സോ ഈ രീതിയിൽ നമുക്ക് dA/dr ഫൈൻഡ് ചെയ്യാം. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കുക റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് ആയിരിക്കും സ്ഫിയറിന്റെ ഒക്കെ കേസിൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? dV/dr ഫൈൻഡ് ചെയ്യണം. ഇതുപോലെ എന്താണോ ചോദിച്ചിട്ടുള്ളത്, എന്താണോ നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റണം കേട്ടോ. അത് ക്വസ്റ്റ്യൻസ് ചെയ്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. റേഡിയസ് ഓഫ് എ സർക്കിൾ ഇസ് ഇൻക്രീസിംഗ് യൂണിഫോംലി അറ്റ് ദി റേറ്റ് ഓഫ് 3 cm/s. ഒരു സർക്കിളിന്റെ റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് ആണ് തന്നിട്ടുള്ളത്. ഇവിടെ ആക്ച്വലി റേറ്റ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്താണ്? വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. സെന്റിമീറ്റർ പെർ സെക്കൻഡ് എന്നാണ് അല്ലേ. അതായത് ഒരു സെക്കൻഡിൽ 3 സെന്റിമീറ്റർ കൂടുക. വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ തന്നിട്ടുള്ളത് dr/dt ആണ്. 3 cm/s. ചോദിച്ചത് എന്താണ്? ഫൈൻഡ് ദ റേറ്റ് അറ്റ് വിച്ച് ദ ഏരിയ ഓഫ് ദി സർക്കിൾ ഇസ് ഇൻക്രീസിംഗ് വെൻ ദി റേഡിയസ് ഇസ് 10 cm. Find the rate at which area of the circle is increasing when radius is 10 cm. അപ്പോൾ നമ്മൾ again find the rate എന്ന് പറയുമ്പോൾ നമ്മളോട് സ്പെസിഫിക് ആയിട്ട് റേറ്റ് വിത്ത് റെസ്പെക്ട്, അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് എന്നോ വിത്ത് റെസ്പെക്ട് ടു സൈഡ് എന്നോ ഒന്നും പറയാണ്ട് വെറുതെ റേറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ആക്ച്വലി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ എന്ന് മാത്രമല്ലേ പറഞ്ഞത്. അപ്പോൾ ഉദ്ദേശിക്കുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. അപ്പോൾ നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത് dA/dt ആണ്. അല്ലാണ്ട് dA/dr അല്ല ഇവിടെ ചെയ്യേണ്ടത്, dA/dt ആണ്. എങ്ങനെയാ dA/dt ഫൈൻഡ് ചെയ്യുക? റേഡിയസ് 10 cm ആണെന്നൊക്കെ തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം എന്ത് കൺസിഡർ ചെയ്യാം? സർക്കിളിന്റെ ഏരിയ, ദാറ്റ് ഇസ് πr². സർക്കിളിന്റെ ഏരിയ πr² ആണെങ്കിൽ dA/dt എന്തായിരിക്കും? dA/dt എന്ന് പറഞ്ഞാൽ ശരിക്കും ഏരിയ ആറിന്റെ ടേമിലാണ്, പക്ഷെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത് ടിയുടെ ടേമിലാണ്. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? dA/dr ചെയ്യണം, എന്നിട്ട് ഇൻറ്റു dr/dt ചെയ്താൽ മതി. ദാറ്റ് ഇസ് ചെയിൻ റൂൾ. ആദ്യം നമ്മൾ വിത്ത് റെസ്പെക്ട് ടു r ചെയ്യും, എന്നിട്ട് നമ്മൾ dr/dt ചെയ്യും. വാട്ട് ഇസ് dA/dr? πr² ഡെറിവേറ്റീവ് ആണ്. ദാറ്റ് ഇസ് 2πr. അതായത് π ഇൻറ്റു 2r, ദാറ്റ് ഇസ് 2πr ഇൻറ്റു dr/dt. ഇതാണ് dA/dt എന്ന് പറയുന്നത്. നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് വെൻ r is equal to 10 cm ആണ് അല്ലേ. ആൻഡ് ഒരു കാര്യം കൂടി നമുക്ക് തന്നിട്ടുണ്ട്, dr/dt. സോ r 10 cm ആണ് ആൻഡ് dr/dt 3 cm/s ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി dA/dt? നമുക്ക് എന്ത് ചെയ്യാം? ഈക്വേഷനിൽ കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 2π ഇൻറ്റു r ന് പകരം 10 കൊടുക്കാം. സോ 2π ഇൻറ്റു 10 ഇൻറ്റു പിന്നെ എന്താ വരുന്നത്? dr/dt ആണ്. സോ dr/dtക്ക് പകരം 3 കൊടുക്കാം. So this is equal to 2 into 10 into 3, that is 60π എന്ന് വരും. dA/dt അല്ലേ എന്ന് വെച്ചാൽ സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് എന്നാണ് വരിക. അപ്പൊ ഇങ്ങനെ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് മാത്രം പറയുകയാണ്. സ്പെസിഫിക്കലി നിങ്ങളോട് വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് എന്നൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അവിടെ വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് അതേപോലെ dr/dt ആണ് തന്നിട്ടുള്ളത്. അതൊന്ന് മനസ്സിലാക്കുക.
എന്നിട്ട് അവരൊന്ന് ചെയിൻ റൂൾ വെച്ച് കണക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? dA/dt ഫൈൻഡ് ചെയ്യാൻ പറ്റി. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കാറുണ്ട്, നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ക്വസ്റ്റനിലേക്ക് കടന്നാലോ? റേറ്റ് ഓഫ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ എ സ്ഫെറിക്കൽ ബബിൾ ഇസ് ഡിക്രീസിംഗ് ഇൻ വോളിയം അറ്റ് ദി റേറ്റ് ഓഫ് 2 cm3/s. Find the rate at which the surface area is diminishing when the radius is 3 cm. സോ ഒരു സ്ഫെറിക്കൽ ബബിളിന്റെ വോളിയം ഡിക്രീസ് ചെയ്യുന്ന റേറ്റ് ആണ് തന്നിട്ടുള്ളത്. എനിവേ വോളിയം ഡിക്രീസ് ചെയ്യുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ dV/dt ആണ് അല്ലേ തന്നിട്ടുള്ളത്. വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. അത് നിങ്ങൾക്ക് യൂണിറ്റ് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. വിത്ത് റെസ്പെക്ട് ടു ടൈം ആണെങ്കിലാണ് പെർ സെക്കൻഡ് എന്ന് തരിക. അപ്പോൾ ഇവിടെ dV/dt തന്നിട്ടുണ്ട് 2 cm3/s ആണ്. പക്ഷെ ഞാൻ -2 എന്ന് എഴുതുന്നുണ്ട്, കാരണം വോളിയം എന്താവാണ്? കുറയാണ്. സോ ഡിക്രീസിംഗ് റേറ്റ് നമ്മൾ നെഗറ്റീവ് വെച്ചിട്ടാണ് സൂചിപ്പിക്കുക. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഫൈൻഡ് ദ റേറ്റ് അറ്റ് വിച്ച് സർഫസ് ഏരിയ ഇസ് ഡിമിനിഷിംഗ് വെൻ റേഡിയസ് ഇസ് 3 cm എന്നാണ്. അപ്പോൾ നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത് ds/dt ആണ്. സർഫസ് ഏരിയ ഡിമിനിഷ് ചെയ്യുന്ന റേറ്റ് ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. സോ എസ് ഞാൻ സർഫസ് ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ds/dt ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. തന്നിട്ടുള്ളത് dV/dt ആണ്. ഇങ്ങനെ dV/dt തന്ന് ds/dt ചോദിക്കുന്ന കേസസും ഉണ്ടാവാം. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം വാട്ട് ഇസ് സർഫസ് ഏരിയ ഓഫ് സ്ഫിയർ? സർഫസ് ഏരിയ ഓഫ് സ്ഫിയർ 4πr² ആണ്. നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് ds/dt അല്ലേ? ds/dt എന്താണ്? ഇറ്റ് ഈസ് 4π × r² ഡെറിവേറ്റീവ് 2r ആണ്. കഴിഞ്ഞിട്ടില്ല. വിത്ത് റെസ്പെക്ട് ടു t ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? dr/dt കൂടി കൊടുക്കണം. വിത്ത് റെസ്പെക്ട് ടു r ആയിരുന്നെങ്കിൽ നമ്മൾ ജസ്റ്റ് 4π × r² ഡെറിവേറ്റീവ് 2r അവിടെ നിർത്തുമായിരുന്നു. പക്ഷെ ഇവിടെ ds/dt ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? dr/dt കൂടി എഴുതി വെക്കണം. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായത് റേഡിയസ് 3 cm ആണെന്ന് അവർ തന്നിട്ടുണ്ട്. സോ റേഡിയസ് നമുക്ക് ഓക്കെയാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. പക്ഷേ dr/dt നമ്മുടെ കയ്യിൽ ഇല്ല. dr/dt തന്നിട്ടുണ്ടോ ക്വസ്റ്റ്യനിൽ? ഡയറക്ട്ലി തന്നിട്ടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? വേറൊരു ഇൻഫർമേഷൻ തന്നിട്ടുണ്ട് അല്ലേ? dV/dt -2 ആണ്. ആ ഇൻഫർമേഷൻ യൂസ് ചെയ്ത് dr/dt ഫൈൻഡ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ ട്രൈ ചെയ്യേണ്ടത്. സോ നമുക്ക് നോക്കാം. ആദ്യം വോളിയം ഓഫ് എ സ്ഫിയർ എന്താണ്? V എന്ന് പറഞ്ഞാൽ 4/3πr³ ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് dV/dt? dV/dt ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ആ വാല്യൂ അല്ല ഞാൻ ചോദിക്കുന്നത്. V 4/3πr³ ആണെങ്കിൽ dV/dt നമ്മൾ എങ്ങനെയാണ് എഴുതുക? 4/3π × r³ ഡെറിവേറ്റീവ് 3r² ആണ്. r ഡെറിവേറ്റീവ് dr/dt ആണ്. സോ 4/3π × 3r² × dr/dt എന്ന് വരും. ആൻഡ് 3യും 3യും ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? 4πr² dr/dt എന്ന് കിട്ടും. ആൻഡ് dV/dt നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, -2 ആണ്. അത് ഞാൻ ലെഫ്റ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ -2 = 4πr² dr/dt എന്ന് കിട്ടും. വിച്ച് മീൻസ് dr/dt എന്തായിരിക്കും? dr/dt ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്, കാരണം അതാണ് നമുക്ക് ഇവിടെ ആവശ്യം. dr/dt എന്ന് പറഞ്ഞാൽ -2/4πr² ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? -1/2πr² എന്നും പറയാം അല്ലേ? 2ഉം 4ഉം ക്യാൻസൽ ചെയ്താൽ അങ്ങനെയും പറയാം. സോ ഇതാണ് നമ്മുടെ dr/dt എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വീണ്ടും ds/dt ഇക്വേഷൻ എടുത്ത് എഴുതുകയാണ്. ds/dt = എന്തായിരുന്നു? 4π × 2r എന്ന് വെച്ചാൽ 8πr എന്ന് കൊടുക്കുക അല്ലേ? 8πr × dr/dt അല്ലേ? സോ dr/dt എന്നുള്ളതിന് പകരം നമ്മൾ എന്താ ചെയ്യുന്നത്? 8πr × നമ്മളിപ്പോൾ ഫൈൻഡ് ചെയ്ത -1/2πr² കൊടുക്കുകയാണ്. എന്തൊക്കെ ക്യാൻസൽ ആവും? പൈ ക്യാൻസൽ ആവും. 8ഉം 2ഉം ക്യാൻസൽ ആയിട്ട് 4 എന്ന് വരും. 6ഉം താഴെയുള്ള r² ഒരു 6ഉം ക്യാൻസൽ ആയാൽ താഴെ ഒരു 6 ബാക്കി ഉണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ ന്യൂമറേറ്ററിൽ 4ഉം -1ഉം, അതായത് -4 ഉണ്ടാവും. ഡിനോമിനേറ്ററിൽ ഒരു 6 ബാക്കി ഉണ്ടാവും. എത്ര r വാല്യൂ? 3 cm അല്ലേ നമുക്ക് തന്നിട്ടുണ്ട്. സോ ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ -4/3 ആയിരിക്കും. cm²/s ആണ്, കാരണം ഏരിയ വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. സോ -4/3 cm²/s എന്ന് വരും. ആൻഡ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം നെഗറ്റീവ് ആൻസറിൽ വന്നുകൊണ്ട് തന്നെ സർഫസ് ഏരിയ കുറയുകയാണ് അല്ലേ? അതുകൊണ്ടാണ് ക്വസ്റ്റ്യനിലും സർഫസ് ഏരിയ ഡിമിനിഷ് ചെയ്യുന്ന റേറ്റ് എന്ന് ചോദിച്ചത്. നെഗറ്റീവ് ആൻസർ ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം സർഫസ് ഏരിയ കുറയുകയാണെന്നാണ്. വിത്ത് റെസ്പെക്ട് ടു ടൈം സർഫസ് ഏരിയ കുറഞ്ഞു വരികയാണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും അപ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം തന്നിട്ട് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സർഫസ് ഏരിയ ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു കണക്ഷൻ ആണ്. dr/dt ആണ് നമുക്ക് അവിടെ നിന്ന് കിട്ടാനുള്ളത്. dV/dt യിൽ നിന്ന് dr/dt നമ്മൾ എടുക്കണം. എന്നിട്ട് അത് ds/dt വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണം. സോ സ്റ്റെപ്സ് ഓർത്ത് വെക്കുക. ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. The total cost C of x in rupees associated with the production of x units of an item is given by C of x is equal to 0.005x³ minus 0.02x² plus 30x plus 5000. Cost function തന്നിട്ടുണ്ട്. Find marginal cost when 3 units are produced. നിങ്ങൾക്ക് കോസ്റ്റ് ഫംഗ്ഷൻ തന്ന് മാർജിനൽ കോസ്റ്റ് ചോദിച്ചാൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? എടാ
കോസ്റ്റ് ഫംഗ്ഷൻ തന്ന് മാർജിനൽ കോസ്റ്റ് ചോദിക്കുമ്പോഴോ റവന്യൂ ഫംഗ്ഷൻ തന്ന് മാർജിനൽ റവന്യൂ ചോദിക്കുമ്പോഴൊക്കെ നമ്മൾ ചെയ്യേണ്ടത് സിംപ്ലി ഡിഫറൻസിയേഷൻ ആണ്. ഡിഫറൻസിയേഷൻ്റെ ഒരു ആപ്ലിക്കേഷൻ ആണിത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? സി ഓഫ് എക്സ് കോസ്റ്റ് ഫംഗ്ഷൻ ആണെങ്കിൽ മാർജിനൽ കോസ്റ്റ് ഫംഗ്ഷൻ സി ഡാഷ് ഓഫ് എക്സ് ആയിരിക്കും. ജസ്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന പണിയേ ഉള്ളൂ. അപ്പം നമ്മൾ സി ഡാഷ് ഓഫ് എക്സ് ആദ്യം കാണുക. അതായിരിക്കും നമ്മുടെ മാർജിനൽ കോസ്റ്റ് ഫംഗ്ഷൻ. സി ഡാഷ് ഓഫ് എക്സ് കിട്ടിക്കഴിഞ്ഞാൽ ആ എക്സിന് പകരം 3 യൂണിറ്റ് അല്ലേ ഇവിടെ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 3 യൂണിറ്റ് എക്സിന് പകരം 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ആൻസർ ആയി. വെരി സിമ്പിൾ. അപ്പോൾ ഇത് അറിയാത്തവർ സ്റ്റക്ക് ആവുകയും ചെയ്യും, അറിയുന്നവർക്ക് ഒറ്റയടിക്ക് ചെയ്യുകയും ചെയ്യാം. കാരണം ജസ്റ്റ് ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സ്റ്റെപ്പ് മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് 0.005 എക്സ് ക്യൂബ് എന്ന് പറയുമ്പോൾ 0.005 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് എടുക്കാം. ദാറ്റ് ഇസ് 3x² മൈനസ് 0.02 ഇൻറ്റു എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x ആണ്. അടുത്തത് പ്ലസ് 30x എന്ന് പറയുമ്പോൾ ഡെറിവേറ്റീവ് എടുത്താൽ 30 ആണ്. 5000ന്റെ ഡെറിവേറ്റീവ് 0 ആണ്. കാരണം കോൺസ്റ്റന്റ് ആണ് അല്ലേ. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 0.005 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 0.015 x² എന്ന് വരും. മൈനസ് 0.02 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 0.04x എന്ന് വരും. പ്ലസ് 30 എന്ന് വരും. അടുത്ത സ്റ്റെപ്പിൽ എനിക്ക് എന്ത് ചെയ്യാം? സി ഡാഷ് ഓഫ് എക്സ് ഞാൻ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വെൻ എക്സ് ഇസ് ഈക്വൽ ടു 3 യൂണിറ്റ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ എക്സിന് പകരം ജസ്റ്റ് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എന്താ കിട്ടുക? 0.015 ഇൻറ്റു 3² മൈനസ് 0.04 ഇൻറ്റു 3 പ്ലസ് 30 എന്ന് വരും. അപ്പോൾ എത്രയാണ് നമ്മുടെ ഫൈനൽ ആൻസർ വരിക? 0.015 ഇൻറ്റു 9 ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0.135 മൈനസ് 0.12 എന്ന് വരും അല്ലേ. യെസ്. And then it is equal to plus 30 കൂടി വരുമ്പോഴേക്ക് this value is equal to 0.135 minus 0.12 എന്ന് പറയുമ്പോൾ it is equal to 0.015 plus 30 എന്ന് പറയുമ്പോൾ it is actually 30.015. വേണമെങ്കിൽ അതിനെ നമുക്ക് റൗണ്ട് ചെയ്ത് എഴുതാം. 0.015 തേർഡ് ഡെസിമലിൽ വരുന്നത് 5 ആയതുകൊണ്ട് നമുക്ക് 0.2 എന്ന് പറഞ്ഞ് റൗണ്ട് ചെയ്ത് എഴുതാം. സോ സി ഡാഷ് ഓഫ് 3 is equal to 30.02 എന്ന് നമുക്ക് പറയാം. എനിവേസ് ഇതാണ് നമ്മുടെ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. റുപ്പീസ് കൊടുക്കുക അല്ലേ. റൈറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ വരിക. അപ്പോൾ സിംപ്ലി നിങ്ങൾക്ക് ടോട്ടൽ കോസ്റ്റ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ടോട്ടൽ റവന്യൂ ഫംഗ്ഷൻ ഒക്കെ തന്ന് മാർജിനൽ കേസ് ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓർത്ത് വെക്കുക. അടുത്ത ക്വസ്റ്റനിലേക്ക് കടക്കാം. കൺസിഡർ ദി ഫംഗ്ഷൻ f of x is equal to x² plus 2x minus 5. Find f dash of x. Find the intervals in which f of x is increasing or decreasing. ആദ്യം ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കാണാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയിട്ട്. എന്താ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്? എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ x² ഡെറിവേറ്റീവ് 2x ആണ്. 2xന്റെ ഡെറിവേറ്റീവ് 2 ആണ്. മൈനസ് 5ന്റെ ഡെറിവേറ്റീവ് 0 ആണ്. ചുരുക്കി പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് 2x plus 2 ആണ് ഡെറിവേറ്റീവ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദി ഇന്റർവൽസ് ഇൻ വിച്ച് എഫ് ഓഫ് എക്സ് ഇസ് ഇൻക്രീസിംഗ് ഓർ ഡിക്രീസിംഗ്. എന്താ ചെയ്യേണ്ടത്? എഫ് ഓഫ് എക്സ് ഇൻക്രീസിംഗ് അല്ലെങ്കിൽ ഡിക്രീസിംഗ് ആയിട്ടുള്ള ഇന്റർവൽസ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എഫ് ഡാഷ് ഓഫ് എക്സ് 0 ആവുന്ന പോയിന്റ്സ് ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. എഫ് ഡാഷ് ഓഫ് എക്സ് എപ്പോഴാണ് 0 ആവുക? നമ്മുടെ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 2x plus 2 ആണ്. സോ 2x plus 2 ഷുഡ് ബി 0. എന്ന് വെച്ചാൽ 2x എന്തായിരിക്കും? -2 ആയിരിക്കും. which means x is equal to -2/2 -1 ആയിരിക്കും. സോ എഫ് ഡാഷ് ഓഫ് എക്സ് is equal to 0 ആവുന്ന പോയിന്റ് ഏതാണ്? x equal to -1 ആണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എഫ് ഓഫ് എക്സ് ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിംഗ് ആയിട്ടുള്ള ഇന്റർവൽസ് അല്ലേ ഫൈൻഡ് ചെയ്യേണ്ടത്. ഇപ്പൊ കിട്ടിയ -1 ഇല്ലടാ. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് റിയൽ ലൈനിൽ റെപ്രസെന്റ് ചെയ്യാണ്. -∞ to ∞ എൻ്റെ കയ്യിൽ റിയൽ ലൈൻ ഉണ്ട്. -1 എന്ന് പറയുന്ന ഒരു പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് റിയൽ ലൈനെ ഈ -1 വെച്ച് രണ്ട് ഇന്റർവൽസ് ആയിട്ട് ഡിസ്ജോയിന്റ് ഇന്റർവൽസ് ആയിട്ട് കട്ട് ചെയ്യാണ്. എങ്ങനെയാണ്? -∞ to -1 വരെ ഒരു ഇന്റർവലും -1 മുതൽ ∞ വരെ മറ്റൊരു ഇന്റർവലും. രണ്ട് ഡിസ്ജോയിന്റ് ഇന്റർവൽ. അപ്പൊ നമ്മൾ രണ്ട് ഇന്റർവൽസ് ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ഓരോ ഇന്റർവെല്ലിലും നമ്മൾ എഫ് ഡാഷ് ഓഫ് എക്സിന്റെ സൈൻ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഇന്റർവെൽസ് ആൻഡ് സൈൻ ഓഫ് എഫ് ഡാഷ് ഓഫ് എക്സ് ഇതാണ് നമ്മൾ നോക്കുന്നത്. ഇന്റർവെൽ ആയിട്ട് നമുക്ക് -∞ to -1ഉം -1 to ∞ കിട്ടിയിട്ടുണ്ട്. ആദ്യം എന്താ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത്? 2x plus 2 ആണ് അല്ലേ. സോ 2x plus 2ന്റെ സൈനാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. -∞ to -1 എന്ന് പറയുമ്പോൾ ഇതിന്റെ ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്താൽ മതി. നമുക്ക് -2 എടുത്ത് നോക്കിയാലോ. 2 ഇൻറ്റു എക്സിന് വരെ -2 എന്ന് കൊടുത്താൽ 2 ഇൻറ്റു -2 -4 എന്ന് വരും. സോ എക്സിന് വരെ നമ്മൾ -2 എന്ന് കൊടുക്കുകയാണ്. എഫ് ഡാഷ് ഓഫ് എക്സ് എന്തായിരിക്കും? എഫ് ഡാഷ് ഓഫ് എക്സ് 2 ഇൻറ്റു -2 -4 plus 2 -4 plus 2 -2 ആണ്. which is less than 0. ചുരുക്കി പറഞ്ഞ എഫ് ഡാഷ് ഓഫ് എക്സ് എന്നാണ്? less than 0 ആണ്. ഇതേപോലെ നമ്മൾ -1 to ∞ ഇഷ്ടമുള്ള ഒരു പോയിന്റ് എടുക്കുക. -1 to ∞ എന്ന് പറയുമ്പോൾ നമുക്ക് 0 തന്നെ എടുക്കാം അല്ലെ. പിറകിലുള്ള ഒരു പോയിന്റ് -2 എടുത്തു. ഇപ്പുറത്ത് നമ്മൾ 0 എടുക്കുകയാണ്. 0 എടുക്കുമ്പോൾ നമ്മുടെ എഫ് ഡാഷ് ഓഫ് എക്സ് എന്തായിരിക്കും? 2 ഇൻറ്റു 0 plus 2 എന്ന് വെച്ചാൽ 0 plus 2 2 ആണ്. 2 greater than 0 അല്ലേ? ആണ്. സോ നമുക്ക് എന്ത് കിട്ടി? -∞ to -1 ഇന്റർവെലിൽ
എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0 ആണെന്ന് കിട്ടി. മനസ്സിലാക്കേണ്ട കാര്യം എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0 ആണ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇംപ്ലൈസ് എഫ് ഇസ് ഡിക്രീസിങ് അല്ലേ? എഫ് ഡിക്രീസിങ് ആകുമ്പോഴാണ് എഫ് ഡാഷ് ഓഫ് എക്സ് നെഗറ്റീവ് ആവുക അല്ലെങ്കിൽ ലെസ് ദാൻ 0 ആവുക. സിമിലർലി -1 to ഇൻഫിനിറ്റിയിൽ എഫ് ഡാഷ് ഓഫ് എക്സ് പോസിറ്റീവ് ആണ് അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 ആണ്. ഇറ്റ് ഇംപ്ലൈസ് എഫ് ഇസ് ഇൻക്രീസിങ്. അപ്പൊ നമ്മുടെ കൺക്ലൂഷൻ ഇതാണ്, എഫ് ഇസ് ഇൻക്രീസിങ് ഇൻ ദി ഇന്റർവൽ. ഏത് ഇന്റർവെല്ലാണ് എഫ് ഇൻക്രീസിങ് ആയിട്ടുള്ളത്? എഫ് ഡാഷ് ഗ്രേറ്റർ ദാൻ 0 ആയിട്ടുള്ള -1 to ഇൻഫിനിറ്റിയിലാണ്. ആൻഡ് സിമിലർലി എഫ് ഇസ് ഡിക്രീസിങ് ഇൻ ദി ഇന്റർവെൽ -∞ to -1. അങ്ങനെ നമ്മൾ എഫ് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ആയിട്ടുള്ള ഇന്റർവെൽസ് ഫൈൻഡ് ചെയ്തു. ഇങ്ങനെ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ചിലപ്പോൾ നിങ്ങൾക്ക് എഫ് ഡാഷ് ഓഫ് എക്സ് 0 ആവുന്ന 2 പോയിന്റ്സ് ഒക്കെ കിട്ടിയേക്കാം. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആദ്യം, അതായത് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ആയിട്ടുള്ള ഇന്റർവെൽസ് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞാൽ ആദ്യം എഫ് ഡാഷ് ഓഫ് എക്സ് കാണുക, എന്നിട്ട് എഫ് ഡാഷ് ഓഫ് എക്സ് 0 ആവുന്ന പോയിന്റ്സ് ഫൈൻഡ് ചെയ്യുക. ഇവിടെ ഒറ്റ പോയിന്റ് ആയതുകൊണ്ട് നമുക്ക് 2 ഇന്റർവെലേ ഫൈൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ചിലപ്പോൾ നിങ്ങൾക്ക് 2 പോയിന്റ്സ് കിട്ടാം, -1ഉം 2ഉം 2 പോയിന്റ്സ് ആയിട്ട് കിട്ടാം. അപ്പം നമ്മൾ ഇന്റർവെൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ -∞ to -1, -1 to 2, 2 to ഇൻഫിനിറ്റി എന്ന് പറഞ്ഞിട്ട് 3 ഇന്റർവെൽസ് ഉണ്ടാവും. അത്രയേ ഉള്ളൂ വ്യത്യാസം. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഓരോ ഇന്റർവെല്ലും എഫ് ഡാഷിന്റെ സൈൻ ചെക്ക് ചെയ്യുക. എഫ് ഡാഷ് പോസിറ്റീവ് ആണെങ്കിൽ അവിടെ എഫ് ഇൻക്രീസിങ് ആയിരിക്കും, നെഗറ്റീവ് ആണെങ്കിൽ അവിടെ എഫ് ഡിക്രീസിങ് ആയിരിക്കും. നോട്ട് ചെയ്ത് വെക്കുക. ഇങ്ങനെ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഇന്റർവെൽസ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. Consider the function f of x is equal to e raised to 2x. Find f dash of x. Show that f of x is increasing on R. So, നമുക്കിവിടെ ഫംഗ്ഷൻ ആയിട്ട് തന്നിട്ടുള്ളത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു 2x ആണ്. ആദ്യം പറഞ്ഞിട്ടുള്ളത് എഫ് ഡാഷ് ഓഫ് എക്സ് ഫൈൻഡ് ചെയ്യാനാണ്. വാട്ട് ഇസ് എഫ് ഡാഷ് ഓഫ് എക്സ്? ഇവിടെ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു 2x ഡെറിവേറ്റീവ് ആണ്. നമുക്കറിയാം ഇ റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് അല്ലേ? അപ്പോൾ ഇ റേസ് ടു 2x ഡെറിവേറ്റീവ് ഇ റേസ് ടു 2x എന്ന് വരും ഇൻടു 2x ഡെറിവേറ്റീവ് ആയിട്ടുള്ള 2. സിംപ്ലി ചെയിൻ റൂൾ ആണ്. സോ 2 ഇ റേസ് ടു 2x ആണ് നമ്മുടെ ഡെറിവേറ്റീവ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ റെഡി അല്ലേ? ഇനി അടുത്തത് ഷോ ദാറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഇൻക്രീസിങ് ഓൺ ആർ. നമുക്കറിയാം എഫ് ഓഫ് എക്സ് ഇൻക്രീസിങ് ആവണമെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് പോസിറ്റീവ് ആവണം. ഇവിടുത്തെ എഫ് ഡാഷ് ഓഫ് എക്സ് എന്താണ്? എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 2 ഇ റേസ് ടു 2x ആണ്. ഈ ഇ റേസ് ടു എക്സിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇറ്റ് ഇസ് ഓൾവേസ് ഇൻക്രീസിങ്, ഇറ്റ് ഇസ് ഓൾവേസ് പോസിറ്റീവ്. ഇ റേസ് ടു എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനെ അതൊരിക്കലും നെഗറ്റീവ് ആവില്ല, എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇ റേസ് ടു 2x എന്ന് പറയുന്ന ആളും പോസിറ്റീവ് തന്നെയാണ്. ഇ റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? എക്സിന് ഏത് വാല്യൂം എടുക്കാം. ഇ റേസ് ടു 2x എന്ന് പറഞ്ഞാലും അതേപോലെയാണ്. സോ ഇ റേസ് ടു 2x ഇസ് ഓൾവേസ് പോസിറ്റീവ്. അതുകൊണ്ട് തന്നെ 2 ഇൻറ്റു ഇ റേസ് ടു 2x എന്തായിരിക്കും? ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും. എടാ ഒരു പോസിറ്റീവ് നമ്പറിന്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായാലും പോസിറ്റീവ് ആയിരിക്കില്ല, അത് നെഗറ്റീവ് ആവാൻ പോകുന്നുണ്ടോ? ഇല്ല. സോ ഇ റേസ് ടു എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എപ്പോഴും പോസിറ്റീവ് ആണ്, ഇ റേസ് ടു 2x എപ്പോഴും പോസിറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ 2 ഇ റേസ് ടു 2x ഇസ് ഗ്രേറ്റർ ദാൻ 0 ഓൾവേസ്. ധൈര്യമായിട്ട് എഴുതാം കേട്ടോ. ഇ റേസ് ടു എക്സിന്റെ ഫംഗ്ഷൻ വന്നാൽ ഗ്രേറ്റർ ദാൻ 0 ആണ് ഓൾവേസ് എന്ന് ധൈര്യമായിട്ട് എഴുതാം. എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? Therefore എഫ് ഇസ് ഇൻക്രീസിങ് ഫോർ ഓൾ എക്സ് ബിലോങ് ടു ആർ. അല്ലെങ്കിൽ ഏതൊരു റിയൽ നമ്പറിലും എഫ് ഇൻക്രീസിങ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം നമ്മൾ ഓൺ ആർ ആണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. എഫ് ഡാഷ് ഓഫ് എക്സ് എപ്പോഴും പോസിറ്റീവ് ആണ് എന്ന് വെച്ചാൽ എഫ് ഓഫ് എക്സ് എപ്പോഴും ഇൻക്രീസിങ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ എഫ് ഇസ് ഇൻക്രീസിങ് ഫോർ ഓൾ എക്സ് ബിലോങ് ടു ആർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ എഫ് ഓഫ് എക്സ് ആയിട്ട് നമുക്ക് ഇ റേസ് ടു 2x തരുന്നതിന് പകരം ചിലപ്പോൾ വേറെ ഫംഗ്ഷൻ, പോളിനോമിയൽ ഫംഗ്ഷൻ ഒക്കെ ആയിരിക്കും. അപ്പോഴും നമുക്ക് ഇതേപോലെ ഡെറിവേറ്റീവ് വെച്ച് ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്നൊക്കെ പറയാൻ പറ്റണം. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പോൾ തരുന്നത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x³ എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കുക. നമ്മളോട് ഈ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? എഫ് ഡാഷ് ഓഫ് എക്സ് കാണുക. എന്താ എഫ് ഡാഷ് ഓഫ് എക്സ്? 2 ഇൻറ്റു 3x² എന്ന് വരും. ദാറ്റ് ഇസ് 6x² എന്ന് വരും. എഫ് ഡാഷ് ഓഫ് എക്സ് 6x² ആണ്. ആൻഡ് ഈ 6x² പ്രത്യേകത x² എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. x² പ്രത്യേകത എന്താ? അതൊരിക്കലും നെഗറ്റീവ് ആവില്ല, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ കൂടെ ഒരു 6 വന്നാൽ ഒരു വ്യത്യാസം വരാൻ പോണില്ല, അതും പോസിറ്റീവ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ആയിരിക്കും. സോ 6x² ഇസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. എഫ് ഡാഷ് ഓഫ് എക്സ് അല്ലേ 6x², അത് എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയാൽ എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഓൾവേസ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്തായിരിക്കും? എഫ് ഓഫ് എക്സ് ഇൻക്രീസിങ് ആയിരിക്കും. ഇനി ഇതേപോലെ തന്നെ നിങ്ങളൊരു ഫംഗ്ഷൻ ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് നെഗറ്റീവ് ആൻസർ ആണ് കിട്ടുന്നത്. ഇപ്പോൾ -x² ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്തായിരിക്കും? x² എപ്പോഴും പോസിറ്റീവ് ആയതുകൊണ്ട് -x² എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ അവിടെ ഡിക്രീസിങ് ആണെന്നും പറയാൻ പറ്റും. ഇങ്ങനെ ചിലപ്പോൾ നിങ്ങളോട് ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിരിക്കും പറയുക. അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ട് എഫ് ഡാഷ് ഓഫ് എക്സിന്റെ സൈൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കുക നമ്മൾ നേരത്തെ ചെയ്ത പോലെ എഫ് ഓഫ് എക്സ് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ആയിട്ടുള്ള ഇന്റർവെൽസ് ഫൈൻഡ് ചെയ്യാനായിരിക്കും. അപ്പോൾ നമ്മൾ എഫ് ഡാഷ് ഓഫ് എക്സ് 0 ആവുന്ന പോയിന്റ്സ് എടുത്ത് ആ പോയിന്റ് വെച്ച് ഇന്റർവെൽ ഒക്കെ ഫൈൻഡ് ചെയ്ത് അവിടെ എഫ് ഡാഷിന്റെ സൈൻ ചെക്ക് ചെയ്യണം.
ക്വസ്റ്റ്യൻസ് ക്ലിയർ ആണല്ലോ അല്ലേ? അങ്ങനെയാണെങ്കിൽ മാക്സിമം മിനിമയുടെ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. കൺസിഡർ ദി ഫംഗ്ഷൻ f of x is equal to x cube minus 3x plus 3. Then find f dash of x, the points at which f dash of x equal to 0, local maxima and local minima of f of x. ആദ്യം f dash of x കാണണ്ടേ? What is f dash of x? f dash of x എന്ന് പറഞ്ഞാൽ x ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ ആണ് മൈനസ് 3x ന്റെ ഡെറിവേറ്റീവ് 3 ആണ്. സോ 3x സ്ക്വയർ മൈനസ് 3 ആണ് നമ്മുടെ ഡെറിവേറ്റീവ്. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എഫ് ഡാഷ് ഓഫ് എക്സ് 0 ആവുന്ന പോയിന്റ്സ് കാണാനല്ലേ? എപ്പോഴാണ് എഫ് ഡാഷ് ഓഫ് എക്സ് 0 ആവുക? ഇറ്റ് മീൻസ് 3x സ്ക്വയർ മൈനസ് 3 ഇസ് ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ 3x സ്ക്വയർ ഇസ് ഈക്വൽ ടു 3 ആയിരിക്കും. ദാറ്റ് മീൻസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 3/3, അതായത് 1 എന്ന് വരും. എക്സ് സ്ക്വയർ എപ്പോഴാണ് 1 ആവുക? എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 സോ എഫ് ഡാഷ് ഓഫ് എക്സ് 0 ആവുന്ന പോയിന്റ്സ് ഏതൊക്കെയാണ്? 1 ഉം -1 ഉം ആണ്. ഇനി എന്താ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? ലോക്കൽ മാക്സിമ ആൻഡ് ലോക്കൽ മിനിമ ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. എന്താ ഈ ലോക്കൽ മാക്സിമ ആൻഡ് ലോക്കൽ മിനിമയുടെ റൂൾ എന്ന് പറയുന്നത്? സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് യൂസ് ചെയ്ത് നമ്മൾ പെട്ടെന്ന് ഫൈൻഡ് ചെയ്യാറുണ്ട് അല്ലേ? അതായത് എഫ് ഡാഷ് ഓഫ് എക്സ് 0 ആവുന്ന പോയിന്റ്സിൽ നമ്മൾ എഫ് ഡബിൾ ഡാഷ് ചെക്ക് ചെയ്യും. എന്നിട്ട് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ പറയും പോയിന്റ് ലോക്കൽ മിനിമയാണ്, നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ പറയും പോയിന്റ് ലോക്കൽ മാക്സിമയാണ്. നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ വാട്ട് ഇസ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ്? എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 3 × 2x 6x എന്ന് വരും. മൈനസ് 3യുടെ ഡെറിവേറ്റീവ് 0 ആണ്. സോ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 6x ആണ്. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പം നമുക്ക് കിട്ടിയത് 2 x വാല്യൂസ് അല്ലേ? +1 ഉം -1 ഉം. എഫ് ഡാഷ് ഓഫ് എക്സ് 0 ആവുന്ന 2 പോയിന്റ്സ് 1 ഉം -1 ഉം ആണ്. നമ്മൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് 1 ഉം എഫ് ഡബിൾ ഡാഷ് ഓഫ് -1 ഉം കാണും. എഫ് ഡബിൾ ഡാഷ് ഓഫ് 1 എന്താണ്? 6 × 1 ദാറ്റ് ഇസ് 6 which is greater than 0. എഫ് ഡബിൾ ഡാഷ് ഓഫ് -1 ഓ 6 × -1 that is -6 which is less than 0. സോ എഫ് ഡബിൾ ഡാഷ് ലെസ് ദാൻ 0 ആണ് 1 ആൻഡ് -1 അത് ഗ്രേറ്റർ ദാൻ 0 ആണ്. തിരിഞ്ഞില്ല ഞാൻ പറഞ്ഞ. എനിവേസ് എഫ് ഡബിൾ ഡാഷ് 1 ഗ്രേറ്റർ ദാൻ 0 ഉം -1 ലെസ് ദാൻ 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഗ്രേറ്റർ ദാൻ 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ പറയുക ആ ഒരു പോയിന്റ് 1 എന്ന് പറയുന്ന പോയിന്റ് ഇസ് ലോക്കൽ മിനിമം പോയിന്റ് എന്നാണ്. അതായത് എഫ് ഡാഷ് 0യും എഫ് ഡബിൾ ഡാഷ് ഗ്രേറ്റർ ദാൻ 0യും ആണെങ്കിൽ ലോക്കൽ മിനിമം പോയിന്റ് ആയിരിക്കും. സിമിലർലി എഫ് ഡാഷ് 0യും എഫ് ഡബിൾ ഡാഷ് ലെസ് ദാൻ 0യും ആണെങ്കിലോ അത് ലോക്കൽ മാക്സിമം പോയിന്റ് ആയിരിക്കും. സോ -1 എന്ന് പറയുന്നത് എന്ത് പോയിന്റ് ആണ്? -1 ഇസ് ലോക്കൽ മാക്സിമം പോയിന്റ്. നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ലോക്കൽ മാക്സിമം ആൻഡ് ലോക്കൽ മിനിമം അല്ലേ? അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഈ 1 ഉം -1 ഉം പോയിന്റ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്തത്. ഇവരുടെ ഫംഗ്ഷൻ വാല്യൂ നമ്മൾ കാണണം. അതായത് ലോക്കൽ മാക്സിമം എന്തായിരിക്കും അറിയോ? ലോക്കൽ മാക്സിമം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ലോക്കൽ മാക്സിമം എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് -1 ആയിരിക്കും. കാരണം -1 ആണ് ലോക്കൽ മാക്സിമം പോയിന്റ്. അപ്പൊ നമ്മൾ ഫംഗ്ഷനിൽ ഈ -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താലാണ് നമുക്ക് ലോക്കൽ മാക്സിമ കിട്ടുക. എന്താ കിട്ടുക? എഫ് ഓഫ് -1 എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബ് - 3x + 3 ആണ് ഫംഗ്ഷൻ. എക്സ് ക്യൂബ് - 3x + 3. ഈ ഫംഗ്ഷനിൽ നമ്മൾ -1 കൊടുത്താൽ -1 ഹോൾ ക്യൂബ് -3 × -1 + 3 എന്ന് വരും. -1 ഹോൾ ക്യൂബ് എന്താണ്? -1 ആണ്. +3 + 3 that is 6 - 1 5 ആണ് നമ്മുടെ എഫ് ഓഫ് -1 എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ലോക്കൽ മാക്സിമ. സിമിലർലി ലോക്കൽ മിനിമം എന്തായിരിക്കും? ലോക്കൽ മിനിമ ഓഫ് എഫ് എന്ന് പറയുന്നത് എഫ് ഓഫ് 1 ആണ്. കാരണം 1 ആണ് ലോക്കൽ മിനിമം പോയിന്റ്. എഫ് ഓഫ് 1 എന്താ വരിക? 1 ക്യൂബ് -3 × 1 + 3 എന്ന് വെച്ചാൽ 1 -3 + 3. -3 ഉം +3 ഒക്കെ ക്യാൻസൽ ആയാൽ നമുക്ക് 1 എന്നാണ് ആൻസർ കിട്ടുക. സോ ലോക്കൽ മാക്സിമ 5 ആണ്, ലോക്കൽ മിനിമ 1 ആണ്. ഓക്കെ അല്ലേ? സോ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഓർത്തേക്കുക. അവസാനത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. Find two positive numbers whose sum is 24 and whose product is as large as possible. രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. തന്നിട്ടുള്ള ഹിന്റ് അവരുടെ സം 24 ആയിരിക്കണം ആൻഡ് അവരുടെ പ്രൊഡക്റ്റ് ആസ് ലാർജ് ആസ് പോസിബിൾ ആയിരിക്കണം. അപ്പൊ 24 സം വരുന്ന പല നമ്പേഴ്സ് നമുക്ക് എടുക്കാം അല്ലെ? 12 എന്ന് എടുക്കാം, അല്ലെങ്കിൽ 23 1 എന്ന് എടുക്കാം, 22 2 എന്ന് എടുക്കാം. പല കോമ്പിനേഷൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത് ഏത് കോമ്പിനേഷൻ എടുക്കുമ്പോഴാണ് ഇവരുടെ പ്രൊഡക്റ്റ് മാക്സിമം ആവുക. 23 × 1 ആണോ, 22 × 2 ആണോ, അല്ലെങ്കിൽ 12 × 12 ആണോ? അത് നമ്മളിങ്ങനെ ഓരോ കോമ്പിനേഷൻ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യല്ല ചെയ്യുക. നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. എങ്ങനെയാ നോക്കിക്കോളൂ. ആദ്യം നമ്മൾ നമ്പേഴ്സ് ആയിട്ട് ആരെയാണ് എടുക്കുക? രണ്ട് നമ്പേഴ്സിന്റെ സം 24 ആണെങ്കിൽ ഫസ്റ്റ് നമ്പർ എക്സ് ആണെങ്കിൽ സെക്കൻഡ് നമ്പർ എന്തായിരിക്കും? 24 - x ആയിരിക്കും. y ആയിട്ട് എടുക്കണ്ട, സം 24 അല്ലേ? അപ്പോൾ ഒരാൾ എക്സ് ആണെങ്കിൽ അടുത്ത ആൾ 24 - x ആയിരിക്കും. നമുക്ക് ഇവരുടെ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ ഇവരെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള x × 24 - x, ഇയാൾ മാക്സിമം ആവണം. ആസ് ലാർജ് ആസ് പോസിബിൾ എന്ന് പറഞ്ഞാൽ മാക്സിമം ആവണമെന്നല്ലേ അർത്ഥം. സോ എഫ് ഓഫ് എക്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇവരുടെ പ്രൊഡക്റ്റിനെയാണ്. ദാറ്റ് ഇസ് x × 24 - x. എന്താ x × 24 - x എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് x × 24 24x - x × x x².
സോ വാട്ട് ഇസ് എഫ് ഓഫ് എക്സ്? എഫ് ഓഫ് എക്സ് 24x മൈനസ് എക്സ് സ്ക്വയർ ആണ്. എഫ് ഓഫ് എക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി എന്ത് ചെയ്യാം? എഫ് ഡാഷ് ഓഫ് എക്സ്, ഈ ഒരു ഫംഗ്ഷൻ മാക്സിമം ആവുന്ന എക്സ് വാല്യൂ ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ സാധാരണ എഫ് ഡാഷ് ഓഫ് എക്സ് കാണുന്നു, എഫ് ഡബിൾ ഡാഷ് കാണുന്നു, ആ ഒരു ഫോമാറ്റാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം വാട്ട് ഇസ് എഫ് ഡാഷ് ഓഫ് എക്സ്? എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 24x ഡെറിവേറ്റീവ് 24 ആണ്, മൈനസ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x ആണ്. സോ 24 മൈനസ് 2x എന്ന് വരും. വിച്ച് മീൻസ് ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എഫ് ഡാഷ് ഓഫ് എക്സ് 0 ആവുന്ന പോയിന്റ് കിട്ടണം അല്ലേ? അപ്പോൾ 24 മൈനസ് 2x ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. എന്ന് വെച്ചാൽ 24 ഇസ് ഈക്വൽ ടു 2x, അല്ലെങ്കിൽ 2x ഇസ് ഈക്വൽ ടു 24 ആയിരിക്കും. എക്സിന്റെ വാല്യൂ 12 ആയിരിക്കും. അങ്ങനെ നമ്മൾ എഫ് ഡാഷ് ഓഫ് എക്സ് 0 ആവുന്ന പോയിന്റ് ഫൈൻഡ് ചെയ്തു. ഇറ്റ് ഇസ് എക്സ് ഈക്വൽ ടു 12. ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എഫ് ഡബിൾ ഡാഷ് ഓഫ് 12 എന്താണെന്നാണ്. അപ്പോൾ ആദ്യം നമ്മൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് കാണുന്നു. 24x മൈനസ് എക്സ് സ്ക്വയർ ആണ് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് അല്ലേ? അല്ല, എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 24 മൈനസ് 2x ആണ്. സോ നമ്മൾ അതിന്റെ ഡെറിവേറ്റീവ് ആണ് എടുക്കേണ്ടത്. 24ന്റെ ഡെറിവേറ്റീവ് 0 ആണ്, മൈനസ് 2xന്റെ ഡെറിവേറ്റീവ് മൈനസ് 2 എന്ന് വരും. സോ വാട്ട് ഇസ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ്? -2. നമുക്കിവിടെ എഫ് ഡബിൾ ഡാഷ് ഓഫ് 12 ആണ് കാണേണ്ടത്. പക്ഷെ എക്സിന് വരെ ഏത് വാല്യൂ കൊടുത്താലും ആൻസർ -2 ആയിരിക്കും. കാരണം ആൻസറിൽ നമുക്ക് എക്സ് വാല്യൂ ഇല്ല. അതായത് -2ന്റെ കൂടെ എക്സ് ഇല്ലാത്തതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനൊന്നുമില്ല, ജസ്റ്റ് -2 എടുത്ത് എഴുതാനേ ഉള്ളൂ. സോ വാട്ട് ഇസ് എഫ് ഡബിൾ ഡാഷ് ഓഫ് 12? ഇറ്റ് ഇസ് -2. ആൻഡ് ഈ -2ന്റെ പ്രത്യേകത ഇറ്റ് ഇസ് ലെസ് ദാൻ 0. ചുരുക്കി പറഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് 12 0 ആണ്, ആൻഡ് എഫ് ഡബിൾ ഡാഷ് ഓഫ് 12 സെക്കൻഡ് ഡെറിവേറ്റീവ് ലെസ് ദാൻ 0 ആണ്. സെക്കൻഡ് ഡെറിവേറ്റീവ് ലെസ് ദാൻ 0 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു 12 ഏത് പോയിന്റ് ആയിരിക്കും? മാക്സിമം പോയിന്റ് ആയിരിക്കും. സോ ഇതായിരിക്കും നമ്മുടെ ലോക്കൽ മാക്സിമം പോയിന്റ് എന്ന് പറയുന്നത്. വിച്ച് മീൻസ് പ്രൊഡക്റ്റ് മാക്സിമം ആവണമെങ്കിൽ നമ്മൾ എക്സ് ആയിട്ട് എടുക്കേണ്ടത് 12 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും? Therefore നമ്പേഴ്സ് ആർ 12 and 24 minus x. അതായത് x and 24 minus x ആണ് നമ്മൾ പറഞ്ഞത്. സോ 12 and 24 minus 12 എന്ന് വെച്ചാൽ 12 and 12 ആയിരിക്കും നമ്മുടെ നമ്പേഴ്സ് ആയിട്ട് വരിക. ഈ ഒരു കോമ്പിനേഷനിൽ ഏത് നമ്പേഴ്സ് വന്നാലും, ഇപ്പോൾ സം 8 ആണെങ്കിൽ അവരുടെ പ്രൊഡക്റ്റ് മാക്സിമം ആണെങ്കിൽ നമ്മൾ നമ്പർ ആയിട്ട് 4 and 4 ആണ് എടുക്കുക. കറക്റ്റ് ഹാഫ് എടുത്താൽ മതി കേട്ടോ. സം 15 ആണെങ്കിൽ 15/2 15/2 ആയിരിക്കും നമ്പേഴ്സ് ആയിട്ട് വരിക. സോ ഇങ്ങനെ പ്രൊഡക്റ്റ് ലാർജ് ആവുന്ന രീതിയിൽ ഒക്കെ ചോദിച്ചാൽ ഫംഗ്ഷൻ നമ്മളാണ് ഫോം ചെയ്യേണ്ടത്. എക്സ് ഇൻറ്റു 24 മൈനസ് എക്സ് അവർ തന്നതല്ല അല്ലേ, നമ്മൾ ഫോം ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും പ്രതീക്ഷിക്കാം മാക്സിമം ആൻഡ് മിനിമം റിലേറ്റഡ് ആയിട്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ പ്രോപ്പർട്ടീസ് ഒക്കെ പഠിച്ചു വെക്കുക. റേറ്റ് ഓഫ് ചേഞ്ചിൻ്റെ ആയാലും ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ്ങിൻ്റെ കേസിലായാലും മാക്സിമം മിനിമയുടെ കേസിലാണെങ്കിലും ഒക്കെ കാര്യങ്ങൾ പഠിച്ചു വെക്കുക. അതനുസരിച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ യെസ്, ഇനി നമുക്ക് മറ്റ് ചാപ്റ്റേഴ്സ് ഒക്കെ ആയിട്ട് കാണാം. സോ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കുക. കൊമേഴ്സ് മാത്സ് പഠിക്കുന്നവർക്ക് അല്ലേ. യെസ്, അപ്പോൾ ഓക്കെടാ. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.